എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെക്കാനിസം ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് ആൾഡോൾ കണ്ടൻസേഷൻ. അതിനുവേണ്ടി നമുക്ക് ഒരു ആൽഡിഹൈഡ് സെലക്ട് ചെയ്യാം, CH3CHO. ഈ ആൽഡിഹൈഡിന്റെ പ്രത്യേകത ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് നമുക്ക് ആൽഫ കാർബൺ എന്ന് പറയണം. ആൽഫ കാർബണിലെ ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന പേര് കൊണ്ട് പറയുന്നത്, ആൽഫ ഹൈഡ്രജൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൽഡിഹൈഡിന്റെ കൂടെ ഡൈലൂട്ട് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ആൽഡിഹൈഡ് മോളിക്യൂൾസ് പങ്കെടുക്കണം. അപ്പൊ അതില് ഒന്നാമത്തെ ആൽഡിഹൈഡിന്റെ മെക്കാനിസം നമുക്ക് നോക്കാം. മെക്കാനിസം അനുസരിച്ച് ഒന്നാമത്തെ ആൽഡിഹൈഡ് ഇങ്ങോട്ട് മാറ്റി എഴുതണം, CH3CHO. അതിന്റെ കൂടെ ഡൈലൂട്ട് NaOHലെ OH മൈനസ്. അപ്പൊ ആൽഫ മാർക്ക് ചെയ്യുക. ആൽഫയിൽ നിന്ന് ഒരു H+ ഈ OH മൈനസും കൂടെ ഒരു വാട്ടർ കണ്ടൻസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ആൽഡിഹൈഡ് മോളിക്യൂളിൽ ഒന്നാമത്തെ ആളിന്റെ ഫേറ്റ് മനസ്സിലായിട്ടുണ്ട്. അതിൽ ആൽഫയിൽ നിന്ന് ഒരു H+ ഈ OH മൈനസും കൂടെ ഒരു വാട്ടർ മോളിക്യൂളായിട്ട് പുറത്തു പോകുന്നുണ്ട്, H2O. ബാക്കി അവശേഷിക്കുന്നത് ഇതിനകത്ത് നിന്ന് H+ പോയാൽ ബാക്കിയുള്ളത് CH2CHO, പിന്നെ ഈ കാർബണിന്റെ ഒരു മൈനസ് അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ രണ്ട് ആൽഡിഹൈഡ് മോളിക്യൂളിൽ ഒന്നാമത്തെ ആളിനെ ഇങ്ങനെ എഴുതണം. ഇനി രണ്ടാമത്തെ ആളിനെ എടുത്തെഴുതാം. രണ്ടാമത്തെ ആളിനെ വേറൊരു തരത്തിൽ എഴുതണം, CH3C ഡബിൾ ബോണ്ടോ H എന്ന് എഴുതണം. ഇനി ആരോയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിനെ കാണിക്കാം, CH2CHO മൈനസ്. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ പോലെ, അതായത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആവും. ആ പ്ലസിലേക്ക് ഈ CH2 ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യണം. സോ CH3 എഴുതി, ഈ C എന്ന് എഴുതി, O മൈനസ് ആയി, പിന്നെ ഒരു H അവിടെ ഉണ്ട്, പിന്നെ അടുത്ത് CH2 ഇത് എഴുതി, പിന്നെ കൂടെയുള്ള CHO. ഇനി അടുത്ത സ്റ്റെപ്പിൽ O മൈനസിന് പകരം പ്രോട്ടോണേഷൻ നടത്തിയിട്ട് OH ആക്കി മാറ്റണം. സോ അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം, CH3C. അതുവരെ ആയി, കൂടെ ഒരു H ഉണ്ട്, ഇത് എഴുതി, പിന്നെ ഉള്ളത് O മൈനസിന് വരെ OH എന്ന് എഴുതി. പ്രോട്ടോണേഷൻ നടത്തിയിട്ട് OH ആയി, സിംഗിൾ ബോണ്ട് ഇതുവരെ, കൂടെ CH2CHO. അപ്പോൾ ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഡൈലൂട്ട് NaOH ടു ഫോം ഈ മോളിക്കൂൾ അങ്ങോട്ട് എടുത്ത് എഴുതാം, CH3CHOH CH2CHO. അപ്പൊ അതിന്റെ പൊസിഷൻ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ആൽഫ കാർബൺ, തൊട്ടടുത്ത കാർബൺ ബീറ്റയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബീറ്റയിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ, ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉള്ള ഒരു ആൽഡിഹൈഡിന്റെ കൂടെ ഡൈലൂട്ട് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു കണ്ടൻസ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. അതിനെ ബീറ്റയിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് എന്ന് പറയണം. ഇനി ആ കോമ്പൗണ്ടിന്റെ പ്രത്യേകത നോക്കുന്ന സമയത്ത് അതിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ആൽക്കഹോളിക് ഗ്രൂപ്പും ഉള്ളത് കൊണ്ട് തന്നെ ഇതാണ് പ്രശസ്തമായ ആൾഡോൾ, ആൽഡിഹൈഡും ആൽക്കഹോളും ആൾഡോൾ കണ്ടൻസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാമത്തെ നെയിം റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ആൾഡോൾ കണ്ടൻസേഷന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഡൈലൂട്ട് NaOH ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറയണം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു വാട്ടർ എലിമിനേഷൻ നടക്കും. വാട്ടർ എലിമിനേഷന് വേണ്ടി നമ്മൾ ആൽഫയിൽ നിന്ന് ഒരു H ഉം ബീറ്റയിൽ നിന്ന് ഒരു OH കൂടെ വാട്ടർ പുറത്തു പോകുന്നുണ്ട്. ആൽഫയിൽ നിന്ന് ഒരു H, ബീറ്റയിൽ നിന്ന് OH കൂടെ വാട്ടർ പോയി. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ CH3AD CH, ഇവിടെ നിന്ന് OH വാട്ടർ ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്, പിന്നെ ഒരു CH ഉണ്ട്, ഇവിടെ നിന്ന് ഒരു H പോയിട്ടുണ്ട്, സിംഗിൾ ബോണ്ട് CHO. ഇനി ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു H ഉം ഇവിടെ നിന്ന് ഒരു OH ഉം പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു അഡീഷണൽ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഡബിൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആൽഫയിലും ബീറ്റയിലും അൺസാച്ചുറേഷൻ ഉള്ള ഒരു ആൽഡിഹൈഡ് ആണ് അവിടെ ഫോം ചെയ്തതെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ റിയാക്ഷൻ ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ, ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിന്റെ കൂടെ ഡൈലൂട്ട് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് which on again heating form alpha beta unsaturated aldehyde എന്ന് പറഞ്ഞാൽ ആൾഡോൾ കണ്ടൻസേഷൻ ആയി ഓർമ്മിക്കുക. പ്രൊപ്പനാളും ബ്യൂട്ടനാളും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് മെക്കാനിസം പഠിക്കാനുള്ള ഒന്നാമത്തെ റിയാക്ഷൻ അത് ആൾഡോൾ കണ്ടൻസേഷൻ ആണെന്ന് ഓർമ്മിക്കുക. ഇനി രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് വരാം. അപ്പൊ അതിനുവേണ്ടി അടുത്തൊരു ആൽഡിഹൈഡ് സെലക്ട് ചെയ്യാം, HCHO.
HCHന്റെ പ്രത്യേകത അതിനകത്ത് ഒരു ആൽഫ കാർബൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഫ കാർബൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡാണ് HCHO അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ്. ഇതുപോലെ തന്നെയാണ് ഫോമാൽഡിഹൈഡിന് പകരം C6H5 എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ C6H5 നമ്മൾ പരിശോധിച്ചാൽ CHO ഇവിടെ ആൽഫ പൊസിഷൻ ഉണ്ട്, ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ അവിടെ ആൽഫയിൽ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡ് തന്നെയാണ് ബെൻസാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തറിയേണ്ടത് രണ്ടാമത്തെ റിയാക്ഷന്റെ പ്രത്യേകത ആൽഫയിൽ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിന്റെ റിയാക്ഷൻ ആണ്. എക്സാമ്പിൾ ആയിട്ട് ഫോമാൽഡിഹൈഡ് വെച്ചും ബെൻസാൽഡിഹൈഡ് വെച്ചും പറയാമെന്ന് ഓർമ്മിക്കണം. ഇനി അതിന്റെ കൂടെ NaOHO KOHO ആഡ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്തും രണ്ട് മോളിക്യൂൾ പങ്കെടുക്കും. എങ്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മെക്കാനിസം പഠിക്കാം. ഇതിൽ ഒന്നാമത്തെ ആൽഡിഹൈഡിന് എടുത്തെഴുതാം HC+H. അതിലേക്ക് NaOHലെ OH മൈനസ്. അപ്പൊ അവിടെ നിന്ന് ആൽഫയിൽ നിന്ന് എടുക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വേറെ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. O മൈനസ് ഇവിടെ പ്ലസ് ആയി. ആ പ്ലസിലേക്ക് ഈ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യണം. സോ ഒന്നാമത്തെ മോളിക്യൂളിന്റെ ഫേറ്റ് എഴുതാം. H ഇതായി, സിംഗിൾ ബോണ്ട് C ഇതുവരെ എഴുതി, സിംഗിൾ ബോണ്ട് O മൈനസ് എഴുതി, H എഴുതി, പിന്നെ അതുപോലെ തന്നെ OH, ഈ OH ഗ്രൂപ്പ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് റിപ്പോർട്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് ഇയാൾ എടുത്തെഴുതാം HCO മൈനസ് HOH. ഇനി ആരോ കൊടുത്തിട്ട് ഇതിന് രണ്ടാമത്തെ മോളിക്യൂളിൽ അങ്ങോട്ട് എടുത്തെഴുതണം HC+H. അവിടെ സംഭവിക്കുന്ന ചേഞ്ച് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കണം. അവിടെ സംഭവിക്കുന്ന ചേഞ്ച് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ ഡബിൾ ബോണ്ട് ആയി മാറും. അതേസമയം ഈ ഹൈഡ്രജൻ ഇവിടുന്ന് H മൈനസ് ആയി ഇവിടുന്ന് പുറത്തോട്ട് വരും. അതേസമയം ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഒന്നുകൂടെ ഓർമ്മിക്കാം, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടുന്ന് ഒരു H മൈനസിന്റെ ഒരു ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം ഇയാളുടെ കാര്യം H അതുപോലെ എഴുതി, C ഇതുവരെ എത്തി, ഡബിൾ ബോണ്ട് O ഇതുവരെ ആയി, പിന്നെ സിംഗിൾ ബോണ്ട് OH ആയി, 3 ആയി, പ്ലസ് ഈ കാർബൺ എഴുതാം C, പിന്നെ അതിന്റെ കൂടെ ഇങ്ങോട്ടൊരു സിംഗിൾ ബോണ്ട് H, ഇങ്ങോട്ടൊരു സിംഗിൾ ബോണ്ട് H, ഇവിടെ ഒരു O മൈനസ് ഉണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഇതിലേക്ക് ഈ ഹൈഡ്രജൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട് H. ഓക്കെ, അപ്പൊ നമ്മൾ ചുരുക്കി എഴുതിയാൽ അത് CH3 O മൈനസ് എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോട്ടോൺ ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്കിൽ ബാക്കി നമുക്ക് എഴുതാം HC+O മൈനസ് പ്ലസ് ഈ H ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു CH3OH. അത്രയേ ഉള്ളൂ. ഇനി സോഡിയം കൂടെ ഉപയോഗിച്ചാൽ ഇവിടെ മൈനസിന് പകരം N എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എഴുതാൻ നേരത്ത് നമുക്ക് HCOO മൈനസിന്റെ പകരം Na പ്ലസ് കൂടെ ചേർത്തിട്ട് Na എന്ന് എഴുതണം, പ്ലസ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ട് CH3OH. ഓക്കെ, അപ്പൊ അവിടെ റിയാക്ഷന്റെ പ്രത്യേകത അവിടെ രണ്ട് തരത്തിൽപ്പെട്ട പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഒരെണ്ണം ഓക്സിഡൈസ് ചെയ്തിട്ട്, ഒരു ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്, മറ്റൊരു ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് പോലുള്ള ആൾക്കാരുടെ റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റ് NaOH. ആ സമയത്ത് one molecule oxidizes to form sodium salt of acid and another molecule reduces to form alcohol എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ആയെന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ ഈ Hന് പകരം ഞാൻ C6H5 വെച്ചാൽ ആ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ, പ്രോഡക്റ്റ് എഴുതുന്നിടത്ത് Hന് പകരം C6H5 കൊടുത്താൽ മതി. സോ C6H5CHO NaOH റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ Hന് പകരം C6H5 COONA പ്ലസ് അവിടുത്തെ Hന് പകരം C6H5 OH അല്ല CH2OH, അതായത് ബെൻസൈൽ ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഫോമാൽഡിഹൈഡ് വെച്ചാണെങ്കിൽ ആ പ്രോഡക്റ്റ് സോഡിയം ഫോമേറ്റും മെത്തനോളും ആണ്. ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് സോഡിയം ബെൻസോയേറ്റും ബെൻസൈൽ ആൽക്കഹോളും ആണെന്ന് പറയണം. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH. ആ സമയത്ത് one molecule oxidizes to form sodium salt of acid and another molecule reduces to form alcohol. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെയുള്ള ഈ രണ്ടാമത്തെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനെ അറിയപ്പെടുന്ന പേര് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇന്ന് പഠിച്ച രണ്ട് മെക്കാനിസം, അതിൽ ഒന്നാമത്തത് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്, രണ്ടാമത്തത് കാനിസാരോ റിയാക്ഷൻ ആണ്. അപ്പൊ അതില് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡിലെല്ലാം തന്നെ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ. മറ്റതിലാണെങ്കിൽ ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡിന്റെ കണ്ടൻസേഷൻ ആണെന്ന് ഓർമ്മിച്ചാൽ അതിന് മെക്കാനിസം എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ഇവിടെയാണ്. ഇവിടെ ഒരു H മൈനസിന്റെ ഷിഫ്റ്റ് ആണ് അവിടെ എഴുതേണ്ടതെന്ന് ഓർമ്മ വരണം. ഓക്കെ,
അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റിയാക്ഷനിലേക്ക് പോവാം. ശരി, അപ്പൊ അതിനുവേണ്ടി ഞാനൊരു കീറ്റോൺ സി ഡബിൾ ബോണ്ടോ CH3 ഇതിന്റെ കൂടെ ഞാൻ NH2OH എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ഹൈഡ്രോക്സിലമിൻ ആണ്. ഹൈഡ്രോക്സിലമിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു വാട്ടർ കണ്ടൻസേഷൻ പോയിട്ട് ബാക്കി കിട്ടുന്ന കോമ്പൗണ്ട് CH3 ഡബിൾ ബോണ്ട് NOH. ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിം എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ആൽഡിഹൈഡിന്റെ ഓക്സിം ആണെങ്കിൽ അതിനെ ആൽഡോക്സിം എന്നും കീറ്റോണിന്റെ ഓക്സിം ആണെങ്കിൽ അത് കീറ്റോക്സിം എന്ന് പറയാം. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ ഈ ഓക്സിം വെച്ചുള്ള റിയാക്ഷൻ ആണ്. ആ ഓക്സിം ഇങ്ങോട്ട് എഴുതാം C ഡബിൾ ബോണ്ട് N ഇതുവരെയായി, പിന്നെ OH, പിന്നെ ഇങ്ങോട്ടൊരു CH3, ഇങ്ങോട്ടൊരു CH3. ഇത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഓക്സിമിന്റെ കൂടെ ഞാൻ H2SO4 ഡൈലൂട്ട് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഒരു പ്രോട്ടോണേഷൻ വരണം. സോ മെക്കാനിസം നമുക്ക് എഴുതി നോക്കാം. C ഡബിൾ ബോണ്ട് N CH3OH H പ്ലസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡിന് H പ്ലസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ഒരു പ്രോട്ടോണേഷൻ ആണ്. സോ CH3 അതുപോലെ എഴുതി CH3 ഡബിൾ ബോണ്ട് N പ്രോട്ടോണേഷൻ ആകുമ്പോഴത്തേക്ക് OH2 പ്ലസ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ ഒരു വാട്ടർ കണ്ടൻസേഷൻ ആണ്. ആ പോസിറ്റീവിനെ ഇങ്ങോട്ട് ലീവ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ പുറത്തു പോകണം. സോ C ഡബിൾ ബോണ്ട് N CH3N പ്ലസ്. അടുത്ത സ്റ്റെപ്പിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഷിഫ്റ്റ് ആണ്. അപ്പോൾ റീഅറേഞ്ച്മെന്റിലേക്ക് വരികയാണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് കാണിക്കാം. C ഡബിൾ ബോണ്ട് N ഇവിടെ ഒരു CH3 അത് അതുപോലെ എഴുതി. ഇനി ഈ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ CH3 ആക്കി. ഇനി ഇവിടെ നിന്നാണ് CH3 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വാട്ടർ തിരിച്ച് ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് H2 ആഡ് ചെയ്ത് വരും. സോ CH3 COH2 പ്ലസ് ഡബിൾ ബോണ്ട് N CH3. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പില് ഇവിടെ നിന്ന് ഒരു H പ്ലസ് പുറത്തു പോകുന്നുണ്ട്. H പ്ലസ് പുറത്തു പോയാൽ ബാക്കി കിട്ടുന്നത് CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH3 ഇവിടെ നിന്ന് H പ്ലസ് പോയാൽ ബാക്കി കിട്ടുന്നത് CH3OH പിന്നെ ഡബിൾ ബോണ്ട് N CH3. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിന്റെ കാര്യം. ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് OH ആണെന്ന് അറിയാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ, അതായത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മൈനസ് ആയി അതിലേക്ക് ഈ H പ്ലസ് കയറിയിരിക്കണം. അപ്പോൾ സാവധാനം എഴുതിയെടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് മുകളിലോട്ട് എഴുതാം, പ്രോഡക്റ്റ് എഴുതാം. ഈ CH3 ഇങ്ങനെ എഴുതി, പിന്നെ ഒരു C ഡബിൾ ബോണ്ട് O ആയി, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ആയി, പിന്നെ N ആയി, അതിൻ്റെ കൂടെ H വന്നു, NH വന്നു, പിന്നെ സിംഗിൾ ബോണ്ട് CH3 വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഒരു ഓക്സിമിന്റെ കൂടെ H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത RCONH എന്ന് വെച്ചാൽ അമൈഡാണ്. ആ അമൈഡില് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൽക്കൈൽ അമൈഡാണ്. ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് നൈട്രജനിലായതുകൊണ്ട് അത് N ആൽക്കൈൽ, നൈട്രജൻ ആൽക്കൈൽ ഗ്രൂപ്പുള്ള അമൈഡ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ റിയാക്ഷൻ അങ്ങനെ an oxime reacts with H2SO4 to form N-alkyl amide എന്ന് പറഞ്ഞാൽ അത് മൂന്നാമത്തെ റിയാക്ഷൻ ആയി. ഇത് റീഅറേഞ്ച്മെന്റ് ആണ്. പ്രശസ്തമായ ഈ റീഅറേഞ്ച്മെന്റ് അറിയപ്പെടുന്ന പേര് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന മൂന്നാമത്തെ റിയാക്ഷൻ അതാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് ഓർമ്മിക്കുക. സോ ഒന്നാമത്തെ റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. രണ്ടാമത്തത് കാനിസാരോ റിയാക്ഷൻ ആണ്. മൂന്നാമത്തത് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് ആണെന്ന് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇന്നത്തെ മൂന്ന് റിയാക്ഷൻസ് പഠിച്ച മൂന്ന് റിയാക്ഷൻസ് ഒന്നുകൂടെ ഓർമ്മിക്കാം. ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻ, പിന്നെ അത് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ്, അങ്ങനെ മൂന്നാണ് ഇന്ന് നമ്മൾ